ഗുഡ് ഈവനിങ്. അപ്പോൾ ഇത് നോക്കൂ, ഈ ഒരു ക്യൂ ഈ പിക്ചറിൽ തന്നേക്കുന്നത് ഒരു ക്യൂ ആണ്. ഫ്രണ്ട് പോർഷൻ സെക്കൻഡ് പൊസിഷനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. റിയർ എന്ന് പറയുന്നത് ഫിഫ്ത്ത് പൊസിഷനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് സെക്കൻഡിന് പോയിന്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ആദ്യത്തെ 2 എലമെന്റ് റിമൂവ് ചെയ്തത് കൊണ്ടാണ് ഫ്രണ്ട് സെക്കൻഡിനെ പോയിന്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ കൺസിഡർ ദ എബോവ് ക്യൂ. ഹിയർ 2 ഡിലീഷൻ ഓപ്പറേഷൻസ് ആർ ഡൺ. 2 ഡിലീഷൻ ഓപ്പറേഷൻ നടന്നതുകൊണ്ട് ഫ്രണ്ട് അങ്ങോട്ടേക്ക് മാറി. ഫ്രണ്ട് ഈസ് 2 ആൻഡ് റിയർ ഈസ് 5. റിയറിന്റെ വാല്യൂ 5 ആണ്. ക്യൂവിന്റെ മാക്സിമം എലമെന്റിലാണ് റിയർ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്, അല്ലേ? ഇഫ് യു ഡ്രൈ ആൻ ഇൻസെർഷൻ ഓപ്പറേഷൻ ഇൻ ദിസ് ക്യൂ. ഇവിടെ നമ്മളൊരു ഇൻസെർഷൻ, ഈ ക്യൂവിന്റെ അവസാനം നമുക്കൊരു എലമെന്റിനെ ഇൻസെർട്ട് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഈ ക്യൂ ഇപ്പോൾ ഇവിടെ എന്താണ്? റിയർ മാക്സിമത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ക്യൂ ഫുള്ളാണെന്ന് പറയാം, അല്ലേ? ക്യൂ ഫുള്ളാകുമ്പോൾ അവിടെ ഒരു എലമെന്റിനെ നമ്മൾ ഇൻസെർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇവിടേക്ക് ഒരു എലമെന്റ് ഇൻസെർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുക? ക്യൂ ഓവർഫ്ലോ എന്നുള്ള മെസ്സേജ് ആയിരിക്കും നമുക്കവിടെ കിട്ടുക, അല്ലേ? ക്യൂ ഓവർഫ്ലോ എന്നുള്ള മെസ്സേജ് ആയിരിക്കും നമുക്കവിടെ വരിക. കണ്ടോ? അപ്പൊ ക്യൂ ഓവർഫ്ലോ, എന്തുകൊണ്ടാണ് ക്യൂ ഓവർഫ്ലോ വന്നത്? റിയർ മാക്സിമത്തിൽ നിൽക്കുകയാണ്. അപ്പൊ റിയർ മാക്സിമത്തിൽ നിൽക്കുമ്പോൾ ഇനി അവിടേക്ക് നമുക്കൊരു എലമെന്റിനെ ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ഇവിടെ ഒരു പ്രോബ്ലം എന്താണ്? ആക്ച്വലി ഇവിടെ ഫസ്റ്റ് 2 ലൊക്കേഷൻ ഫ്രീ ആയി കിടക്കുമ്പോഴും ഒരു എലമെന്റിനെ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇതാണ് ലീനിയർ ക്യൂവിന്റെ ഒരു ലിമിറ്റേഷൻ. അതുകൊണ്ട് തന്നെ ലീനിയർ ക്യൂ കൺസ്യൂം മോർ മെമ്മറി സ്പേസ്. ലീനിയർ ക്യൂ കൂടുതൽ മെമ്മറി സ്പേസ് കൺസ്യൂം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഇത് ലീനിയർ ക്യൂവിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ഇത് പരിഹരിക്കുന്നതിനായി അടുത്ത ഒരു കോൺസെപ്റ്റ് സർക്കുലർ ക്യൂ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. ഇപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഈ പിക്ചർ ഒന്ന് നോക്കൂ. ഇവിടെ എന്താണ്? ക്യൂവിനെ നമ്മളൊരു സർക്കുലർ ഷേപ്പിലാണ് ക്യൂവിനെ വരച്ചിരിക്കുന്നത്, അല്ലേ? ഫ്രണ്ട് ഫസ്റ്റ് പൊസിഷനെ, ഫസ്റ്റ് അല്ല 0th പൊസിഷനെ പോയിന്റ് ചെയ്തിരിക്കുന്നു ഫ്രണ്ട്. അത് കഴിഞ്ഞ് ഫ്രണ്ട് ഈ എലമെന്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യും. ഇത് ഡിലീറ്റ് ആയാൽ ഇത് ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യും. ഇങ്ങനെ വരും, അല്ലേ? റിയർ എന്ന് പറയുന്ന 5th പൊസിഷനെ പോയിന്റ് ചെയ്തിരിക്കുന്നു. അവിടെ 35 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അടുത്ത എലമെന്റ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ റിയർ എന്ത് ചെയ്യും? ഈ 5th നിന്ന് 6ലേക്ക് മൂവ് ചെയ്ത് ഇവിടെ പോയിന്റ് ചെയ്യും. ഈ എലമെന്റ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഇവിടേക്ക് പോയിന്റ് ചെയ്യും. ഇങ്ങനെ ഒരു സർക്കുലർ മാനറിലാണ് നമ്മളിവിടെ ക്യൂവിനെ വരച്ചിരിക്കുന്നത്. ദ ലിമിറ്റേഷൻ ഓഫ് ലീനിയർ ക്യൂ ക്യാൻ ബി ഓവർകം ബൈ സർക്കുലർ ക്യൂ. ഇറ്റ് ഈസ് എ ക്യൂ ഇൻ വിച്ച് 2 എൻഡ് പോയിന്റ്സ് മീറ്റ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ സാധാരണ ക്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ അങ്ങ് ക്യൂ വരച്ച് വെക്കും, അല്ലേ? ഇവിടെ എന്താണ്? സർക്കുലർ ഷേപ്പിലാണ് ക്യൂവിനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പൊസിഷനും റിയർ പൊസിഷനും എന്ത് ചെയ്തിരിക്കുകയാണ്? മീറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് ഇവിടെ നമ്മൾ ക്യൂവിനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആണ് സർക്കുലർ ക്യൂ. അപ്പൊ ഇങ്ങനെ സർക്കുലർ ക്യൂ വരയ്ക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അസ്യൂം ദ 2 ഡിലീഷൻസ് ആർ പെർഫോംഡ് അറ്റ് ദിസ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ നമ്മൾ 2 ഡിലീഷൻ പെർഫോം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഫ്രണ്ട് 0th പൊസിഷനിലായിരിക്കുന്നത്. അപ്പൊ ഒരു 25നെ ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രണ്ട് 13 വരും, അല്ലേ? അതായത് ഫസ്റ്റ് പൊസിഷനെ പോയിന്റ് ചെയ്ത് വരും. ഈ 13നും കൂടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് എങ്ങോട്ടേക്ക് പോകും? 47 എന്നുള്ള എലമെന്റിനെ പോയിന്റ് ചെയ്യും. അതായത് സെക്കൻഡ് പൊസിഷനെ പോയിന്റ് ചെയ്യുന്നു, അല്ലേ? അപ്പൊ 2 ഡിലീഷൻ ഓപ്പറേഷൻ കഴിയുമ്പോൾ നമ്മുടെ സർക്കുലർ ക്യൂവിന്റെ ഫ്രണ്ട് എവിടെ നിൽക്കും? ഈ 2നെ പോയിന്റ് ചെയ്തായിരിക്കും നിൽക്കുക, അല്ലേ? 2നെ പോയിന്റ് ചെയ്തായിരിക്കും ഫ്രണ്ട് വരുന്നത്. ആ പിക്ചർ നമുക്ക് നോക്കാം. നോക്കൂ, 2 ഡിലീഷൻ ഓപ്പറേഷൻ കഴിഞ്ഞു. 0th പൊസിഷനിലെ എലമെന്റിനെയും ഡിലീറ്റ് ചെയ്തു, ഫസ്റ്റ് പൊസിഷനിലെ എലമെന്റിനെയും ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഈ 2 പൊസിഷനിലെ എലമെന്റിനെയും നമ്മൾ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് എങ്ങോട്ടേക്ക് വന്നു? സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നു. അതായത് 47നെ പോയിന്റ് ചെയ്ത് വന്നു. അപ്പൊ ഈ ക്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇവിടെ ടോട്ടൽ 4 എലമെന്റ് ഉണ്ട്. പിന്നെ ഇവിടെ 4 ലൊക്കേഷൻ ഫ്രീ ആയിട്ടുമാണ് ഇരിക്കുന്നത്. ഏതൊക്കെ ലൊക്കേഷൻ ആണ്? 0, 1, 6, 7. 6, 7, 0, 1 ഇത്ര ലൊക്കേഷൻ ഫ്രീ ആയിട്ടുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇഫ് വി ഇൻസെർട്ട് 2 എലമെന്റ്സ് 1 by 1. ഇപ്പൊ തൊട്ട് മുന്നത്തെ പിക്ചറിൽ റിയർ എവിടെയാണ് ഇരുന്നത്? റിയർ ഇരുന്ന പൊസിഷൻ ഈ 5th പൊസിഷനിലാണ് ആരിരുന്നത്? റിയർ ഇരുന്നത്, അല്ലേ? തൊട്ട് മുന്നേ നമ്മൾ കണ്ട
പിക്ചറിൽ റിയർ പോയിന്റ് ചെയ്തിരുന്നത് ഈ 5th പൊസിഷനെ ആയിരുന്നു. ഇഫ് വി ഇൻസെർട്ട് 2 elements 1 by 1, ഇപ്പൊ ഇവിടെ നമ്മൾ 2 elements 1 by 1 ആയിട്ട് ഇൻസെർട്ട് ചെയ്തു. അപ്പൊ 5th നിന്നും ഒരു എലമെന്റ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ റിയർ എങ്ങോട്ടേക്ക് പോകും? 6th പൊസിഷനിലേക്ക് പോകും. അപ്പൊ 6th നിന്നും വീണ്ടും ഒരു എലമെന്റിനെ ഇൻസെർട്ട് ചെയ്യുകയാണെങ്കിൽ അത് 7th പൊസിഷനിലേക്ക് പോകും അല്ലെ. അങ്ങനെ 2 എലമെന്റ് ഇൻസെർട്ട് ചെയ്തപ്പോൾ റിയർ ബിക്കം 7. റിയറിന്റെ വാല്യൂ എന്തായി മാറി? 7 ആയി മാറി. അതായത് ഹയസ്റ്റ് വാല്യൂ, നമ്മുടെ ക്യൂവിന്റെ ഹയസ്റ്റ് വാല്യൂവിൽ എത്തി. ബട്ട് സ്റ്റിൽ വി ഹാവ് 2 ഫ്രീ ലൊക്കേഷൻസ് വിത്ത് സബ്സ്ക്രിപ്റ്റ് 0 and 1 അല്ലേ. അപ്പൊ ക്യൂ ഫുള്ളായി കഴിഞ്ഞപ്പോൾ പോലും നമ്മൾ ലീനിയർ ക്യൂ പറഞ്ഞപ്പോൾ റിയർ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ ക്യൂ അവിടെ ഫുൾ എന്നാണ്. പക്ഷെ സർക്കുലർ ക്യൂവിൽ നമുക്ക് ഇനിയും സ്പേസ് ഉണ്ട്. എന്താ? വീണ്ടും 2 ലൊക്കേഷൻ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അടുത്ത പിക്ചർ നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ 64ലാണ്. ഈ പിക്ചറിൽ എവിടെയാണ് റിയർ നിൽക്കുന്നത്? 7th ലൊക്കേഷനിലാണ്. ഇവിടെ നോക്കൂ, 7th ലൊക്കേഷനിൽ ഇരിക്കുന്ന റിയറിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? ഒരു എലമെന്റ് ഇൻസെർട്ട് ചെയ്യാണ്. സോ ഇൻസെർഷൻ ഓപ്പറേഷൻ ക്യാൻ ബി പെർഫോംഡ് അഗൈൻ. നമ്മൾ ഒരു ഇൻസെർഷനും കൂടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ദിസ് ടൈം ദ വാല്യൂ ഓഫ് റിയർ ഷുഡ് ബി സെറ്റ് വിത്ത് 0 ഫസ്റ്റ്. അതായത് മാക്സിമത്തിൽ, റിയർ മാക്സിമത്തിൽ ഇരിക്കുകയാണെങ്കിൽ റിയറിന്റെ വാല്യൂ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? 0th പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. അതായത് മാക്സിമത്തിൽ ഇരിക്കുകയാണ് റിയർ, പക്ഷെ നമുക്ക് ഇനി ഇവിടെ വീണ്ടും ഫ്രീ ലൊക്കേഷൻ ഉണ്ട് അല്ലെ. 0യും 1ഉം ഫ്രീ ആണ്. ഫ്രണ്ട് ഇതാ ഇവിടെ 2ൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? റിയറിനെ നമുക്ക് 0യിലേക്ക് സെറ്റ് ചെയ്യാം അല്ലേ. ഇനി ഒരു എലമെന്റും കൂടി ഇൻസെർട്ട് ചെയ്താലോ റിയർ എങ്ങോട്ടേക്ക് പോകും? 1ലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ലീനിയർ ക്യൂവില് വേസ്റ്റ് ആയി പോകുന്ന മെമ്മറിയെ സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതാണ് ലീനിയർ ക്യൂവില് ഉള്ള ലിമിറ്റേഷൻസ് ഇവിടെ സർക്കുലർ ക്യൂവില് സോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ ക്യൂ എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചു. ആ ലീനിയർ ക്യൂവിൽ ഉണ്ടാവുന്ന ലിമിറ്റേഷൻ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കുലർ ക്യൂ എന്നുള്ള കോൺസെപ്റ്റ് കൂടി പരിചയപ്പെട്ടു. അപ്പൊ ഈ 2 കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ക്യൂ എന്നുള്ള ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആ പാഠഭാഗത്ത് വരാവുന്ന 1-2 ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കുറച്ച് ചോദ്യവും ആൻസറും നമുക്കൊന്ന് നോക്കാം. അത് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരികയാണ്. നെയിം ദി ഡേറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് FIFO പ്രിൻസിപ്പിൾ. FIFO പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ ഏതാണ്? ഉത്തരം നിങ്ങൾ ബുക്കിൽ കുറിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് അൽഗോരിതം ടു പെർഫോം ഇൻസെർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻ ഇൻ എ ലീനിയർ ക്യൂ. ലീനിയർ ക്യൂസിൽ ഇൻസെർഷനും ഡിലീഷനും ചെയ്യാൻ ഉപയോഗിക്കുന്ന അൽഗോരിതംസ് എഴുതുക. അപ്പൊ ഞാൻ അന്ന് അൽഗോരിതം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അൽഗോരിതം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇൻസെർഷനും ഡിലീഷനും ക്യൂവിന്റെയും അതുപോലെ സ്റ്റാക്കിന്റെയും പഠിച്ചു വെക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ ഡസ് സർക്കുലർ ക്യൂ ഓവർകം ദ ലിമിറ്റേഷൻ ഓഫ് ലീനിയർ ക്യൂ. ലീനിയർ ക്യൂവിന്റെ ലിമിറ്റേഷൻ എങ്ങനെയാണ് സർക്കുലർ ക്യൂ ഓവർകം ചെയ്യുന്നത്? ആൻസർ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും, അത് നോട്ട് ചെയ്യുക. സം ഓഫ് ദി ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആർ ഗിവൺ ബിലോ. ഡേറ്റ സ്ട്രക്ചറിൽ പെർഫോം ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻ തന്നിരിക്കുകയാണ്. ഇൻസെർഷൻ, ഡിലീഷൻ, സെർച്ചിങ്, സോർട്ടിങ്. ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദീസ് ഓപ്പറേഷൻ മേ ഫേസ് അണ്ടർഫ്ലോ സിറ്റുവേഷൻ. ഇതിൽ ഏത് ഓപ്പറേഷനാണ് അണ്ടർഫ്ലോ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇൻസെർഷൻ ചെയ്യുമ്പോൾ ഏത് സിറ്റുവേഷൻ വരും, ഡിലീഷൻ ചെയ്യുമ്പോൾ ഏത് സിറ്റുവേഷൻ വരും, സെർച്ച് ചെയ്യുമ്പോൾ, സോർട്ട് ചെയ്യുമ്പോൾ. സെർച്ചിങ് സോർട്ടിങ് നമ്മളിവിടെ ക്യൂവിലൊന്നും കണ്ടില്ല. അപ്പൊ ഇൻസെർഷൻ ഡിലീഷൻ ഒന്ന് ആലോചിച്ചാൽ മതി, ഏത് ഓപ്പറേഷനിലാണ് അണ്ടർഫ്ലോ സിറ്റുവേഷൻ വരുന്നത്. Explain this situation in the context of an appropriate data structure. അതായത് ആ അണ്ടർഫ്ലോ സിറ്റുവേഷൻ വരുന്ന കോണ്ടെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഡേറ്റ സ്ട്രക്ചർ ഉപയോഗിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. എ കളക്ഷൻ ഓഫ് ഡേറ്റ പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. All data structures are implemented using arrays. Stacks and queue are logical concept and implemented using arrays and linked list. Overflow occurs in the case of static data structures. ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചതിന് ശേഷം which of the above statements are true? ഇതിൽ ഏതാണ് ശരി?
ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻസ് ഫ്രം ദി ഫോളോയിങ്. ഇതിലേതാണ് ശരി എന്നുള്ളത് നമ്മളൊന്ന് ചൂസ് ചെയ്യുക. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് 1 and 3 only, 1ഉം 3ഉം മാത്രമാണ് ശരി. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1, 2 and 3. നെക്സ്റ്റ് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1, 3 and 4 only. സ്റ്റേറ്റ്മെന്റ് 1, 2 and 4 only. ഇതിലേതാണ്, ഏത് സ്റ്റേറ്റ്മെന്റുകളാണ് ശരി എന്നുള്ളത് നമ്മളൊന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആൻസർ പറഞ്ഞുതരാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളെല്ലാം നോക്കിയല്ലോ അല്ലേ? ദ നെയിം ദ ഡേറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് FIFO പ്രിൻസിപ്പിൾ. ഏത് ഡേറ്റ സ്ട്രക്ചറാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനറിൽ വർക്ക് ചെയ്യുന്നത്? ആൻസർ ക്യൂ അല്ലേ? ക്യൂ എന്നുള്ള ഡേറ്റ സ്ട്രക്ചറാണ് FIFO പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. റൈറ്റ് അൽഗോരിതംസ് ടു പെർഫോം ഇൻസർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻസ് ഇൻ എ ലീനിയർ ക്യൂ. ലീനിയർ ക്യൂവിൽ ഇൻസർഷനും ഡിലീഷനും ചെയ്യുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന അൽഗോരിതം എഴുതാൻ. അതിൽ ഇൻസർഷൻ അൽഗോരിതം നിങ്ങൾക്കറിയാം, അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യണം? ഇൻസർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കവിടെ empty സ്റ്റാറ്റസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? empty ആണ് എങ്കിൽ ഫ്രണ്ടിനെ റിയറിന്റെ വാല്യൂ 0യിലേക്ക് പോയിന്റ് ചെയ്യണം. ക്യൂ ഓഫ് റിയറിലേക്ക് നമുക്ക് ഇൻസർട്ട് ചെയ്യാനുള്ള ഡേറ്റ വാൽ എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ വേരിയബിളിൽ ഇരിക്കുന്ന ഡേറ്റ നമ്മുടെ ക്യൂവിലേക്ക് സ്റ്റോർ ചെയ്യാം. അല്ല എങ്കിൽ റിയർ ലെസ് n - 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഇവിടെ സ്പേസ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. റിയർ ലെസ് n - 1 ആണോ എന്ന് ചെക്ക് ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1, ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാൽ. ഈ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യണം? ക്യൂ ഓവർഫ്ലോ. ഈ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണ് മീൻസ് ക്യൂ എൻഡ് ആണ് എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. റിയർ എൻഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്, ക്യൂവിന്റെ മാക്സിമത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഓവർഫ്ലോ എന്ന് പ്രിന്റ് ചെയ്യുന്നു. അടുത്ത ഡിലീഷന്റെ അൽഗോരിതം ഇതാണ്. ഡിലീഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആണോ, അതുപോലെ ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയർ ആണോ. അങ്ങനെയാണെങ്കിൽ അത് empty സ്റ്റാറ്റസ് ചെക്കിങ്ങിനാണ് നമ്മൾ ഈ കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. അതായത് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആണ്, അതുപോലെ ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയറും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്യൂവിൽ നിന്ന് നമുക്കൊരു എലമെന്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ട് -1 ആണെങ്കിൽ ക്യൂ എന്താണ്? empty ആണ്. അതുപോലെ ഫ്രണ്ട് റിയറിനേക്കാൾ കൂടുതലും ആണെങ്കിലും അവിടെ empty ആണെന്ന് നമുക്കറിയാം. ഇനി ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വാല്യൂ ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1. അതല്ല എങ്കിൽ നമ്മൾ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? അതായത് ക്യൂ empty ആണ്. empty ആണെങ്കിൽ അവിടുന്ന് ഒരു എലമെന്റിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മെസ്സേജ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുക? ക്യൂ അണ്ടർഫ്ലോ അല്ലേ? ക്യൂ അണ്ടർഫ്ലോ. എൻഡ് ഇഫ് നമ്മൾ എൻഡ് ചെയ്തു. ഇനി ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ഈ കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഫ്രണ്ട് റിയറിനേക്കാൾ മുന്നിലേക്ക് വരാം അല്ലേ? അങ്ങനെ ഫ്രണ്ട് റിയറിനേക്കാൾ മുന്നിലേക്ക് വന്നാൽ, ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആയി വന്നാൽ നമ്മൾ എന്ത് കൂടി ചെയ്യണം? ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1. അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിലേക്ക് ഫ്രണ്ടിനെയും റിയറിനെയും കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം. ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഫ്രണ്ടിന്റെയും റിയറിന്റെയും വാല്യൂ -1ലേക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഹൗ ഡസ് സർക്കുലർ ക്യൂ ഓവർകം ദി ലിമിറ്റേഷൻസ് ഓഫ് ലീനിയർ ക്യൂ. ലീനിയർ ക്യൂവിന്റെ ലിമിറ്റേഷൻസ് എങ്ങനെയാണ് സർക്കുലർ ക്യൂ ഓവർകം ചെയ്യുന്നത്? A circular queue is a variant of the linear queue which effectively overcome the limitations of the linear queue. In circular queue, the new element is added at very first position of the queue if the last is occupied and space is available. അതായത് സർക്കുലർ ക്യൂവിന്റെ പടം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. എന്താണ്? രണ്ട് എൻഡ് പോയിന്റും കൂടി മീറ്റ് ചെയ്തൊരു സർക്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എലമെന്റ് ഉണ്ടെങ്കിലും ഫസ്റ്റ് പൊസിഷനൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴും ലാസ്റ്റ് എലമെന്റ് ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത എലമെന്റിനെ നമുക്ക് ഫസ്റ്റിലേക്ക് തന്നെ ഇൻസർട്ട് ചെയ്യാനായിട്ട് സാധിക്കും, ഫസ്റ്റ് പൊസിഷനിലേക്ക് ഇൻസർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ലീനിയർ ക്യൂവിന്റെ ലിമിറ്റേഷൻസ് നമുക്ക് ഇവിടെ ഓവർകം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സം ഓഫ് ദി ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ഡേറ്റ സ്ട്രക്ചർ ഗിവൺ ബിലോ ഇൻസർഷൻ, ഡിലീഷൻ, സെർച്ചിങ് ആൻഡ് സോർട്ടിങ്. ഇതിൽ ഏത് ഓപ്പറേഷനാണ് അണ്ടർഫ്ലോ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ ആയിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ? അതിൽ ഏത് ഓപ്പറേഷനാണ് അണ്ടർഫ്ലോ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്? ഡിലീഷൻ അല്ലേ? ഡിലീഷൻ ഓപ്പറേഷനാണ് അണ്ടർഫ്ലോ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ താഴെ ഒരു empty സ്റ്റാക്ക് വരച്ചിട്ടുണ്ട്. അപ്പൊ empty സ്റ്റാക്ക് ആകുമ്പോൾ നമുക്കറിയാം ടോപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ empty സ്റ്റാക്കിൽ നിന്നും ഇഫ് യു ട്രൈ ടു ഡിലീറ്റ് ആൻ എലമെന്റ് ഫ്രം ആൻ empty സ്റ്റാക്ക്, ഒരു empty സ്റ്റാക്കിൽ നിന്നും ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോഴുണ്ടാകുന്ന സിറ്റുവേഷനാണ് അണ്ടർഫ്ലോ സിറ്റുവേഷൻ. ഒന്നുമില്ലാത്ത ഒരു സ്റ്റാക്കിൽ നിന്നും എലമെന്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കേസാണ് അല്ലെങ്കിൽ സിറ്റുവേഷനാണ് അണ്ടർഫ്ലോ സിറ്റുവേഷൻ. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം.
അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി അല്ലേ? അപ്പോൾ അതിൽ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കളക്ഷൻ ഓഫ് ഡേറ്റ പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. നമുക്ക് കുറേ ഡേറ്റകളെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് പ്രോസസ് ചെയ്യാൻ സാധിക്കും. ശരിയാണല്ലോ അല്ലേ? ഓൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആർ ഇംപ്ലിമെന്റഡ് യൂസിങ് അരേ. എല്ലാ ഡേറ്റ സ്ട്രക്ചറുകളും അരേ ഉപയോഗിച്ച് മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണോ? അല്ല. അരേ മാത്രമല്ല, നമുക്ക് ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചും എല്ലാ ഡേറ്റ സ്ട്രക്ചറുകളും ഇംപ്ലിമെന്റ് ചെയ്യാം. സ്റ്റാക്സ് ആൻഡ് ക്യൂസ് ആർ ലോജിക്കൽ കോൺസെപ്റ്റ് ആൻഡ് ഇംപ്ലിമെന്റഡ് യൂസിങ് അരേസ് ആൻഡ് ലിങ്ക് ലിസ്റ്റ്. സ്റ്റാക്കും ക്യൂ എന്ന് പറയുന്ന ലോജിക്കൽ കോൺസെപ്റ്റ് ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അരേയും ലിങ്ക് ലിസ്റ്റും ഉപയോഗിക്കാം. ശരിയാണ് അല്ലേ? ഓവർഫ്ലോ ഒക്കേഴ്സ് ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ. സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചറിന്റെ കേസിലാണ് ഓവർഫ്ലോ സിറ്റുവേഷൻ വരുന്നത്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കാരണം സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചറിലാണ് നമുക്ക് അരയുടെ സൈസ് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത്. അതായത് അരേ ഉപയോഗിക്കുമ്പോഴാണ് അവിടെ സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ ഉണ്ടാകുന്നത് തന്നെ. അപ്പം നമുക്ക് അരയുടെ മാക്സിമം സൈസ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ മാക്സിമം സൈസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എലമെന്റ് ഇൻസെർട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഓവർഫ്ലോ സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചറിലാണ് ഓവർഫ്ലോ സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? 1, 3, 4 അല്ലേ? 1, 3, 4 ആ സി എന്നുള്ള ഓപ്ഷനാണ് ശരി. 1, 3, 4 ആണ് ശരി. രണ്ടാമത്തത് മിസ്റ്റേക്ക് ഉണ്ട്, തെറ്റുണ്ട്. കാരണം അരേ ഉപയോഗിച്ച് മാത്രമല്ല, ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഡേറ്റ സ്ട്രക്ചറിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തന്നിരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് എഴുതി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതി ക്ലിയർ ആക്കി തന്നെ വെക്കണം കേട്ടോ.